നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മതിയോ? നമ്മൾ ആക്രിസാധനം മേടിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്. വെരിഫിക്കേഷനൊക്കെ ഇവിടെ വന്നിട്ട് മതി. ഇദ്ദേഹം പോകണ്ടെന്ന് പറഞ്ഞത് ഞാൻ തന്നെയാ. സർ, ഒരു ദീർഘദൂര യാത്രയ്ക്ക് അതും കാറിൽ നിരഞ്ജനെ പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. കാരണം നിരഞ്ജന് കള്ളം പറഞ്ഞ് ശീലമില്ലല്ലോ. ഇവളായിരിക്കും ഈ തീരുമാനത്തിന് പിന്നിലെന്ന് എനിക്കറിയാം. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്നിൽ നിന്നും തുടങ്ങുക? നീ എന്തിനാ അതിന് മാർഗതടസ്സമായി നിൽക്കുന്നത്? ഒരു മാർഗതടസ്സവും ഇല്ല. സ്വാമി പോട്ടെ. സ്വാമിയല്ലേ ഡാഡിയുടെ വിശ്വസ്തൻ. സ്വാമി പോയി 50 ലക്ഷം രൂപ കൊടുത്ത് എക്യുപ്മെന്റുമായിട്ട് വരട്ടെ. പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യിക്കാലോ. അതൊന്നുമല്ല കാര്യം. നിനക്ക് സ്വാമിയോട്ടുള്ള ദേഷ്യമാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതൊരു കാരണ. മാത്രമല്ല, എന്റെ ഭർത്താവിന്റെ ആരോഗ്യമാണ് എനിക്കിപ്പോ മറ്റെന്തിനേക്കാളും വലുത്. ഈ ഭർത്താവിനെ നിനക്ക് സമ്മാനിച്ചത് ഞാനാണ്. അത് ഓർമ്മ വേണം. എന്ന് കരുതി ഡാഡിക്ക് വേണ്ടത് മകളെയും മരുമകനെയാണോ അതോ 2 അടിമകളെയാണോ? അത് ഡാഡി തീരുമാനിക്കണം. സർ, ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. ഞാൻ പോകുന്നില്ല. അതെന്റെ തീരുമാനമാണ്. സാറിനറിയാലോ, തീരുമാനങ്ങൾ ഞാൻ എടുത്താൽ അത് എത്രത്തോളം ഉറച്ചതായിരിക്കുമെന്ന്. ശാന്തമായി സംസാരിക്കുമെങ്കിലും എന്റെ വാക്കുകൾക്ക് ഉറപ്പും മൂർച്ചയുണ്ടായിരിക്കും എപ്പോഴും. ഇപ്പൊ രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ തോൽപ്പിക്കുന്ന പോലെ. സ്വാമിയുടെ കൂടെ എന്റെ ഭർത്താവ് പോവാത്തത് എങ്ങനെയാ ഡാഡിയുടെ തോൽവിയാവുന്നേ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല.